മാധവം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോമിൻ്റെ ഫസ്റ്റ് ഇയർ ബികോമിൻ്റെ മലയാളം രണ്ടാം ഭാഗത്തിലെ കർക്കിടകം എന്ന കഥയാണ് നമ്മളിന്നിവിടെ വായിക്കുന്നത്. ശ്രീ എം ഡി വാസുദേവൻ നായരുടെ വളരെ ശ്രദ്ധേയമായ ഒരു ചെറുകഥയാണ് കർക്കിടകം. കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എം ഡിയുടെ കഥകളുടെ ഒരു പ്രത്യേകത നോക്കാം. എം ഡിയുടെ ആദ്യകാല കഥകൾ തകർന്ന തറവാടിൻ്റെയും കുടുംബ പ്രാരാബ്ദങ്ങളുടെയും ചരിത്രമാണ്. എന്താണ്? തകർന്ന തറവാടിൻ്റെയും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളുടെയും ചരിത്രമാണ്. ഇല്ലായ്മ മൂലമുണ്ടാകുന്ന വിഷാദവും കൗമാരപ്രായത്തിലെ മോഹഭംഗങ്ങളും അതിൽ കലർന്നിട്ടുണ്ട്. അല്ലെ, ദാരിദ്ര്യം മൂലമുണ്ട ബുദ്ധിമുട്ടുകളും മോഹഭംഗങ്ങളും കൗമാരപ്രായത്തിലെ മോഹഭംഗങ്ങളും അതിൽ ഉണ്ട്. കഥകൾ സ്വന്തം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ചതാകിയാൽ അവ ആത്മാഖ്യാനപരമെന്ന് പറയാം. അപ്പോൾ എന്താണ്? സ്വന്തം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കുഞ്ഞായിരുന്നപ്പോഴും അദ്ദേഹം ചെറുതായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന അദ്ദേഹം ഒരുപാട് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു കഥകൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചനകൾ ആത്മാഖ്യാനപരമാണെന്ന് പറയുന്നത്. ഇല്ലായ്മകളിൽ നീന്തി തുടിക്കുന്ന ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ആതുരതകളാണ് കർക്കിടകം എന്ന കഥയിലെ പ്രതിപാദ്യം. അപ്പോൾ എന്താണ്? ഇല്ലായ്മകളിൽ നീന്തി തുടിക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നീന്തി തുടിക്കുന്ന ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ആതുരതകൾ. ഇന്നൊക്കെ കൂട്ടുകുടുംബങ്ങളുണ്ടോ? ഇല്ല. ഇന്ന് ചെറിയ അച്ഛൻ, അമ്മ, മക്കൾ അത്രയുള്ള കുടുംബങ്ങൾ. പക്ഷേ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. ആ കൂട്ടുകുടുംബത്തിൽ എല്ലാവരെയും സംരക്ഷിക്കാൻ ഉള്ള വക ആ കുടുംബത്തിലില്ല. കഷ്ടപ്പാടാണ്. അപ്പോൾ ഇല്ലായ്മകളിൽ നീന്തി തുടിക്കുന്ന ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ആതുരതകളാണ് കർക്കിടകം എന്ന കഥയിലെ പ്രതിപാദ്യം. കുറേ അംഗങ്ങളെ തീറ്റിപ്പോറ്റാനും ഇല്ലായ്മകൾ മറച്ചു മാനം രക്ഷിക്കാനും ബുദ്ധിമുട്ടുന്ന ഒരമ്മയുടെ ഹൃദയഭാരം കഥയിലെങ്ങും തുടിച്ചു നിൽക്കുന്നു. അപ്പോൾ എന്താണ് കഥയിലുള്ളത്? ഇല്ലായ്മയിലും കുറേ അംഗങ്ങളെ തീറ്റിപ്പോറ്റാനും ഇല്ലായ്മകൾ മറച്ചു വെച്ച് മാനം രക്ഷിക്കാനും ബുദ്ധിമുട്ടുന്ന ഒരമ്മയുടെ ഹൃദയഭാരം കഥയിൽ തുടിച്ചു നിൽക്കുന്നു. വിശപ്പിൽ വെന്തെരിയുന്ന ഉണ്ണിയുടെ മൗന നൊമ്പരം എം ഡിയുടെ കൗമാരപ്രായത്തിലെ അനുഭവങ്ങളുടെ പകർപ്പാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തെ ഉണ്ണി എന്ന കഥാപാത്രം? ആ കഥാപാത്രം എം ഡിയുടെ തന്നെ ചെറുപ്പമാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അതിനെ ആത്മാഖ്യാനപരമെന്ന് പറയുന്നത്. 1950 എം ഡി കഥ എഴുതുന്നത്. അരനൂറ്റാണ്ട് മുമ്പത്തെ കേരളത്തിൻ്റെ ഗ്രാമജീവിതം അതിൻ്റെ എല്ലാ പ്രത്യേകതയോടും കൂടി ഈ കഥയിൽ നമുക്ക് വായിക്കാം. അപ്പോൾ എന്താണ്? അരനൂറ്റാണ്ട് കാലത്തെ അല്ലെങ്കിൽ 10-60 വർഷം മുന്നേ ഉള്ളൊരു കാലഘട്ടം ഈ കഥയിലൂടെ നമുക്ക് ആ കാലഘട്ടത്തിലെ ഗ്രാമത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഈ കഥയിലൂടെ കാണാൻ കഴിയും. തോരാതെ മഴ പെയ്യുന്ന മാസമാണ് കർക്കിടകം. ഈ കഥയ്ക്ക് കർക്കിടകം എന്ന് പേരിടാനും ഒരു കാരണമുണ്ട്. കാരണം കർക്കിടകത്തിൽ ദാരിദ്ര്യമാണ്. പണ്ട് കാലത്ത് കർക്കിടകത്തിൽ ദാരിദ്ര്യമാണ്. തോരാതെ മഴ പെയ്യും. ഇന്നത്തെ കാലം പോലെയല്ല, തോരാതെ മഴയങ്ങ് പെയ്യും. ഇപ്പം അങ്ങനെ മഴയില്ലല്ലോ. തോരാതെ മഴ പെയ്യുമ്പോൾ ദാരിദ്ര്യമാണ്. ആരും പണിക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിയെല്ലാം വെള്ളത്തിൽ, അങ്ങനെ അതുകൊണ്ട് തന്നെ കൃഷി ഇറക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണ് കഥയ്ക്ക് കർക്കിടകം എന്ന് പേരിടാൻ കാരണം. വെളിച്ചം കുറവുള്ള ദിവസങ്ങളാണ് കർക്കിടക മാസങ്ങൾ. ഇന്നത്തെ കർക്കിടകത്തിൽ ആരും പട്ടിണി അനുഭവിക്കുന്നില്ല. പക്ഷേ പണ്ടത്തെ കർക്കിടക മാസത്തിൽ ജനങ്ങൾക്കെല്ലാം പട്ടിണിയായിരുന്നു, അതും ഗ്രാമത്തിലൊക്കെ. നമ്മുടെ കഥയിലേക്ക് വരാം. തെക്കേപ്പാട്ടെ അമ്മാള് കുട്ടിയമ്മയുടെ സ്കൂൾ കുട്ടിയായ മകനാണ് കേന്ദ്ര കഥാപാത്രം. അവൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ പറയുന്നത്. മരുമക്കത്തായത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ജീവിതക്ലേശം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ. അപ്പോൾ എന്താണ്? നമ്മുടെ തെക്കേപ്പാട്ടെ അമ്മാളുക്കുട്ടിയുടെ മകനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഉണ്ണിയിലൂടെയാണ് കഥ പോകുന്നത്. നമുക്ക് കഥ വായിച്ച് അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു പോകാം. എം ഡിയുടെ ആദ്യകാല കഥകൾ ആത്മാഖ്യാനപരമായിരുന്നു. സ്വന്തം കുടുംബത്തിലെ ഇല്ലായ്മകളും ദാരിദ്ര്യവും തന്മൂലം കൗമാരത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏകാന്തതയും വിഷാദവും എല്ലാം കഥയ്ക്ക് വിഷയമായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സ്വന്തം കുടുംബത്തിലെ ഇല്ലായ്മയും ദാരിദ്ര്യവും തന്മൂലത്തിൽ കൗമാരത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏകാന്തതയും വിഷാദവും. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തും അദ്ദേഹം ഒരുപാട് ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഏകാന്തത. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥലത്തില്ലായിരുന്നു, സിലോണിലായിരുന്നു, ശ്രീലങ്കയിലായിരുന്നു ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകാന്തത അദ്ദേഹം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ കർക്കിടകം എന്ന കഥയിലെ ഉണ്ണിയുമായിട്ട് അദ്ദേഹത്തിന് സാദൃശ്യം തോന്നുന്നത്. പട്ടിണി കുടിയിരിക്കുന്ന കർക്കിടകത്തിൽ കുടുംബത്തിലെ ദയനീയാവസ്ഥയാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ഏറെ അംഗങ്ങളെ തീറ്റിപ്പോറ്റുന്ന കുടുംബത്തിൽ പറയത്തക്ക വരുമാനമില്ല. കുറേ നെല്ല് കിട്ടും. അടയ്ക്കായും തേങ്ങയുമായി ചില്ലറ സമ്പാദ്യവുമുണ്ട്.
അപ്പോൾ എന്താണ്, കുറേ അംഗങ്ങളുണ്ട്, പക്ഷേ അതിനുള്ള വരുമാനം അവിടെ ഇല്ല. കുറച്ച് നെല്ലുണ്ട്, പാടത്തിൽ നെല്ലുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ, അടയ്ക്ക ഇതൊക്കെയുണ്ട്. അതാണ് ആദായം. വിദേശത്തായ ഭർത്താവ് മാസം തോറും അയക്കുന്ന 40 രൂപയും മൂത്ത മകൻ അയക്കുന്ന 10 രൂപയുമാണ് ആകെ വരുമാനം. അപ്പോൾ എന്താണ്, വിദേശത്തായ ഭർത്താവ് അയക്കുന്ന 40 രൂപയും മൂത്ത മകൻ അയക്കുന്ന 10 രൂപയുമാണ് അവിടുത്തെ വരുമാനം. 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലമല്ല കേട്ടോ, 60 വർഷം മുന്നേ ഉള്ളൊരു കാലത്തെ 50 രൂപയാണ്. പക്ഷേ എന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിന്, അത്രയും അംഗങ്ങളുള്ള കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ ആ പൈസ തികയത്തില്ല. അതുകൊണ്ട് വന്നവർക്കും പോയവർക്കും വെച്ച് വിളമ്പാൻ അമ്മ വളരെ ക്ലേശിക്കുന്നു. അഭിമാനം കളഞ്ഞു കുളിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ എല്ലാ ദുഃഖവും സ്വയം വിഴുങ്ങുന്നു, എല്ലാ ഭാരവും സ്വയം ചുമക്കുന്നു. അപ്പോൾ അമ്മ വളരെ അഭിമാനിയായിരുന്നെന്നാണ് കഥാകാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ദുഃഖങ്ങൾ ഏറ്റെടുത്ത് അമ്മ അതെല്ലാം സ്വയം സഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അഭിമാനം കളഞ്ഞു കുളിക്കാൻ അമ്മ ഒരു തരത്തിലും തയ്യാറല്ല. രാവിലെ കഥയിലോട്ട് പോവുകയാണേ. നമ്മൾ ഉണ്ണി എന്ന കഥാപാത്രത്തിലോട്ട് പോവുകയാണ്. രാവിലെ കഞ്ഞി കുടിച്ചിട്ട് പള്ളിക്കൂടത്തിൽ പോകുന്ന ഉണ്ണി വൈകിട്ട് വീട്ടിൽ വന്നിട്ടാണ് വല്ലതും കഴിക്കുന്നത്. ഇടയ്ക്ക് കുടലിലെ തീ കെടുത്താൻ പച്ചവെള്ളം കുടിക്കും. അപ്പോൾ എന്താണ്, രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന ഉണ്ണിക്ക് ഉച്ചയ്ക്ക് ആഹാരമില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട അത്രയും സാമ്പത്തിക സ്ഥിതിയിലല്ല. അപ്പം ഉച്ചയ്ക്ക് ചോറില്ല. പിന്നെ ഇടയ്ക്ക് കുടലിലെ തീ കെടുത്താൻ എന്ന് പറയുന്നത് വിശപ്പ് കെടുത്താൻ പച്ചവെള്ളം കുടിക്കും സ്കൂളിൽ നിന്ന്. വൈകിട്ട് അവനെ കാത്തിരിക്കുന്ന കഞ്ഞിയും കറിയും സ്വപ്നം കണ്ടുകൊണ്ട് വഴി നടക്കും. അപ്പം സ്വപ്നം കണ്ടു, വീട്ടിൽ ചെന്നാൽ കഞ്ഞി കുടിക്കാലോ, കറി കൂട്ടാലോ എന്നൊക്കെ ഓർത്ത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ കൊച്ചു ഉണ്ണി നടക്കുന്നത്. പക്ഷെ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ കഞ്ഞിയില്ല. പൂച്ച തട്ടിമറിച്ചെന്ന് അടുക്കളക്കാരി പറഞ്ഞു. അമ്മ അയൽപ്പക്കത്ത് പോയിരിക്കുന്നു. ഉണ്ണിക്ക് സങ്കടത്തേക്കാൾ അരിശമായിരുന്നു. അപ്പം എന്താണ്, അപ്പം വീട്ടിൽ വന്ന് ചോറുണ്ണാവല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ അടുക്കളക്കാരി എന്താ പറഞ്ഞത്, ചോറില്ല, അത് പൂച്ച തട്ടിമറിച്ചു, അമ്മയാണെങ്കിൽ അയൽപ്പക്കത്ത് പോയിരിക്കുന്നു എന്ന്. അപ്പോൾ ഉണ്ണിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്. ഇതൊരു ചോദ്യമാണ്. ഉണ്ണിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. ആരെ, എന്തിന്? സന്ദർഭം വിശദമാക്കുക. സന്ദർഭം മനസ്സിലായല്ലോ അല്ലേ? വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അപ്പം പൂച്ച തട്ടിമറിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം വന്നു അടുക്കളക്കാരിയോട്. അപ്പം ഉണ്ണിക്ക് കൊല്ലാനുള്ള ദേഷ്യം വന്നു, സങ്കടത്തേക്കാൾ ഉപരി ദേഷ്യമാണ് വന്നതെന്ന് പറയുന്നു. ഇവിടെ അടുക്കളക്കാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ എന്തിനാണ് ഒരു അടുക്കളക്കാരി എന്ന് തോന്നാം. ഇത് അടുക്കളക്കാരിയല്ല, ആ കുടുംബത്തിലെ ഒരു ആശ്രിതയാണ്. അതായത് അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു മീനാക്ഷിയടത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാണത്. ആരുമില്ലാത്തത് കൊണ്ട് അവിടെ കഴിഞ്ഞു പോകുന്നു. ഉണ്ണിക്ക് സങ്കടത്തേക്കാൾ അരിശമായിരുന്നു. വീട്ടിലെ ഇല്ലായ്മകൾ അവൻ അറിയുന്നില്ല. അവന് വൈകിട്ട് കഞ്ഞി കൊടുക്കാൻ അയൽപ്പക്കത്തു നിന്നും അരി കടം വാങ്ങാൻ പോയിരിക്കുകയാണ് അമ്മ. ഒടുവിൽ എവിടെ നിന്നോ കുറേ ചാക്കരി കിട്ടി. അപ്പം അമ്മ എന്തിനാ അയൽപ്പക്കത്ത് പോയത്? ഉണ്ണിക്ക് കഞ്ഞി വെക്കാൻ വേണ്ടി അരി മേടിക്കാൻ. വീട്ടിൽ അരിയില്ല, അരി മേടിക്കാൻ വേണ്ടി അയൽപ്പക്കത്ത് പോയതാണ്. പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചാക്കരി അമ്മയ്ക്ക് കിട്ടി. കഞ്ഞി കുടിക്കാമെന്ന പ്രത്യാശ ഉണ്ണിക്കുണ്ടായി. അന്നത്തെ കാര്യം പരിഹരിച്ചു പോയെന്ന് അമ്മയും ആശ്വസിച്ചു. അപ്പോൾ എന്താ, അന്നത്തെ കാര്യം ആശ്വസിച്ചു. ഉണ്ണിക്ക് കഞ്ഞി കൊടുക്കാനുള്ള അരി കിട്ടിയല്ലോ, അമ്മയ്ക്കും ആശ്വാസമായി. കൊയ്ത്തുകാലം വരെ തട്ടി നീക്കാൻ എവിടെ നിന്നെങ്കിലും കുറേ നെല്ല് കടം വാങ്ങാമെന്ന് നിശ്ചയിച്ചു. അപ്പം കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ നെല്ലായി. പാടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കുറച്ച് അത്യാവശ്യം നെല്ല് അവർക്ക് കിട്ടും. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ലായി. അപ്പോൾ അതുവരെ തള്ളി നീക്കാനുള്ള നെല്ല് എവിടെ നിന്നെങ്കിലും കടം മേടിക്കണമെന്ന് അമ്മ നിശ്ചയിച്ചു. ഒരു പ്രശ്നം ഒതുങ്ങുമ്പോൾ മറ്റൊന്ന് പൊന്തി വരുന്നതാണല്ലോ ജീവിത സ്വഭാവം അല്ലേ? അത് പണ്ട് കാലത്തും അല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വൈകിട്ട് അണ്ടത്തോട്ട് നിന്നും ഒരു വിരുന്നുകാരൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്താ പെട്ടെന്ന് പൊങ്ങി വന്ന പ്രശ്നം? വൈകിട്ട് അണ്ടത്തോട്ട് നിന്നും ഒരു വിരുന്നുകാരൻ വന്നിരിക്കുന്നു. ഭർത്താവിൻ്റെ അകന്ന ബന്ധുവാണ്. ബന്ധം പറഞ്ഞ് നടക്കുന്നതാണ് അയാളുടെ തൊഴിൽ. അങ്ങനെ ബന്ധം പറഞ്ഞ് അയാൾ ഇവരുടെ വീട്ടിലും എത്തി, ഉണ്ണിയുടെ വീട്ടിലും എത്തി. എങ്കിലും ഭർത്താവിൻ്റെ ബന്ധു വീട്ടിൽ വന്നാൽ സൽക്കരിക്കാതിരിക്കാൻ അഭിമാനിയായ അമ്മയ്ക്ക് കഴിയില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റാത്തത്? അമ്മ അഭിമാനിയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ അല്പം ധനസ്ഥിതിയുള്ളവരാണ്. അപ്പോൾ അവരുടെ മുന്നിൽ അമ്മയ്ക്ക് മാനം വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ അദ്ദേഹത്തെ സൽക്കരിക്കാൻ തീരുമാനിച്ചു. വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല. ഇരന്നു വാങ്ങിയ അരി, കടം കൊണ്ട പപ്പടം, വായ്പ എടുത്ത വെളിച്ചെണ്ണ, ഇങ്ങനെ ഓരോന്നും ഒപ്പിച്ച് അമ്മ വിരുന്നുകാരനെ സൽക്കരിച്ചു. അപ്പോൾ എന്താണ്, അണ്ടത്തോട്ട് നിന്ന് വിരുന്നുകാരൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അയൽപ്പക്കത്തു നിന്ന് പപ്പടവും ഇരുന്ന് വാങ്ങുന്ന കുറച്ച് വെളിച്ചെണ്ണയും എല്ലാം മേടിച്ചാണ് ഈ വന്നയാളുടെ പേരാണ് ശങ്കുണ്ണി നായർ. അദ്ദേഹത്തെ സൽക്കരിച്ചു. അത് കഴിഞ്ഞ് വീട്ടുകാർക്ക് ഒന്നുമില്ലായിരുന്നു. വീട്ടിലെ ഇല്ലായ്മ ഭർത്താവിൻ്റെ ബന്ധുക്കൾ അറിഞ്ഞാൽ മാനക്കേടല്ലേ? അഭിമാനിയായ അമ്മ ചോദിക്കുന്നത്, വീട്ടിലെ പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ മാനക്കേടല്ലേ എന്നാണ് അമ്മ ചോദിക്കുന്നത്.
അപ്പോൾ മീനാക്ഷിയെടുത്ത് പറയാണ്, 100 ദിക്കിൽ പാഞ്ഞു നടന്നിട്ടാണ് മുന്നാഴി അരി കിട്ടിയത്. അപ്പോഴേക്കൊരു വിരുന്നൂട്ടിനുള്ള വരവ്. അടുക്കളക്കാരിക്ക് അസമയത്ത് വന്ന വിരുന്നുകാരൻ ശങ്കുണ്ണി നായരുടെ അരിശം തോന്നി. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. കാരണം മീനാക്ഷിയേട്ടത്തിക്ക് അമ്മയോടും ദേഷ്യം വന്നു. കാരണം ശങ്കുണ്ണി നായർ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും വീണ്ടും വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം മീനാക്ഷിയേട്ടത്തിക്ക് സങ്കടം തോന്നി. കാരണം ഉണ്ണി വിശന്നിരിക്കുകയാണ്. ഉണ്ണിക്കുള്ള ചോറ് പോലും വെക്കാതെ അഭിമാനിയായ അമ്മ അഭിമാനം നോക്കി ആ കഞ്ഞി മുഴുവൻ വിരുന്നുകാരനെ സൽക്കരിക്കുകയാണ്. അത് കണ്ടപ്പോൾ മീനാക്ഷിയേട്ടത്തിക്ക് സങ്കടവും ദേഷ്യവും വന്നു. അപ്പോൾ അമ്മ എന്താണ് അവരോട് പറയുന്നത്? മിണ്ടല്ലടി ഒരുമ്പെട്ടവളെ, അവനവൻ്റെ ഇല്ലായ്മ അവനവൻ അറിഞ്ഞാൽ മതി എന്ന അമ്മ അവരുടെ വാക്കുകൾ തടഞ്ഞു. അപ്പോൾ മീനാക്ഷിയിടത്തിയോട് അമ്മ ദേഷ്യപ്പെടുകയാണ്. കാരണം അമ്മയ്ക്കിവിടെ അമ്മയുടെ ഇല്ലായ്മയേക്കാളല്ല അമ്മയ്ക്ക് വലുത് അഭിമാനമാണ്. അതും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ അമ്മയ്ക്ക് ചെറുതാകാൻ വയ്യ. ഭർത്താവിൻ്റെ ബന്ധുക്കളെ അപമാനിക്കുന്നത് അവർക്ക് സഹിക്കില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു ഉണ്ണിയുടെ അമ്മ. പള്ളിക്കൂടത്തിൽ നിന്നും വിശന്നു പൊരിഞ്ഞു വന്ന ഉണ്ണിക്ക് കഞ്ഞിയില്ലെന്ന് പറയാൻ അമ്മയ്ക്ക് നാവ് പൊങ്ങിയില്ല. അത് ശങ്കുണ്ണി നായർ വരുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. അവൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ അവർ അയൽപ്പക്കത്തെല്ലാം തിരക്കി നടന്നു. അപ്പോൾ എന്താണ്, അയൽപ്പക്കത്തെല്ലാം ഉണ്ണിക്ക് വേണ്ടി ഇച്ചിരി കഞ്ഞി വെക്കാൻ വേണ്ടി അരി അന്വേഷിച്ച് നടന്നു. ചുറ്റുമുള്ളവരെല്ലാം റേഷൻ വാങ്ങി കുടിക്കുന്നവരാണ്. അപ്പോൾ എന്താണ്, ചുറ്റുമുള്ളവരെല്ലാം റേഷൻ വാങ്ങി കുടിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും നെല്ലും പാടങ്ങളും ഒന്നും അവർക്കില്ല. അവർ റേഷൻ വാങ്ങിയാണ് കഞ്ഞി കുടിക്കുന്നത്. തെക്കേപ്പാട്ടുകാർക്ക് കഴിക്കാൻ വകയില്ലെങ്കിലും അഭിമാനവും തറവാടിത്തവുമുണ്ട്. അപ്പോൾ ഇവർ തെക്കേപ്പാട്ടെ കുടുംബമാണ്. അവർ റേഷനരി അല്ല വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് അഭിമാനവും തറവാടിത്തവുമുണ്ട്. വായ്പ വാങ്ങിയ ചാക്കരി അടുപ്പത്തിട്ടപ്പോൾ കുളിച്ചു വായെന്ന് അമ്മ ഉണ്ണിയോട് പറഞ്ഞു. അത്രയും നേരം അവൻ്റെ വിശപ്പ് കണ്ടിരിക്കുന്നത് വിഷമം. കുളിക്കാൻ പോയാൽ മകൻ കുറേ നേരത്തേക്ക് വിശപ്പ് അറിയത്തുമില്ല. അമ്മ എന്നാലും അവനോട് പറഞ്ഞു, അരിയിടാറായി പറഞ്ഞു, മോൻ പോയി കുളിച്ചിട്ട് വാ, ചോറ് വേകുമ്പോഴത്തേക്കും കുളിച്ചിട്ട് വരാം. അത്രയും നേരവും ഉണ്ണി വിശപ്പറിയത്തില്ലല്ലോ എന്നായിരുന്നു അമ്മയുടെ ധാരണ. പക്ഷേ കുളി കഴിഞ്ഞ് വന്നിട്ടും ഉണ്ണിക്ക് കൊടുക്കാൻ ചോറുണ്ടായോ? ഇല്ല. എന്ത് പറ്റി? ശങ്കുണ്ണി നായരെ സൽക്കരിച്ച് കഞ്ഞി മുഴുവനും തീർന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കുണ്ണി നായർ വിളിക്കുന്നുണ്ട്, മോനുണ്ടോ, ഉണ്ണി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുമ്പം അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ പിന്നെ ഉണ്ടോളും, സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ടതാണല്ലോ എന്ന് ഒഴിവ് പറഞ്ഞു. അഭിമാനം രക്ഷിക്കാൻ അണ്ടത്തോട്ടുകാരനെ കരുതി വെച്ചിരുന്ന ഊണ് കൊടുത്തു. അപ്പോൾ എന്താണ്, അപ്പോൾ അഭിമാനം രക്ഷിക്കാൻ അമ്മ എന്താ ചെയ്തത്? അവൻ ഉണ്ടതാണ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്ന ചോറ് അമ്മ ഈ അണ്ടത്തോട്ടുകാരന് കൊടുത്തു. എന്നിട്ട് ഉണ്ണിക്ക് കൊടുത്ത എന്താ? ആ ചോറിൻ്റെ കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളത്തിനാണെങ്കിൽ അതിൻ്റെ വാട തട്ടിയപ്പോൾ അവന് ഓക്കാനം വന്നു. ഒടുവിൽ തളർന്ന് ചലനമറ്റ് കിടന്ന ഉണ്ണിയെ നോക്കിയിരുന്ന അമ്മയുടെ ഉള്ളുരുകി. അപ്പോൾ എന്താണ്, ആ കഞ്ഞിവെള്ളത്തിന് വല്ലാത്ത മണം. അത് ഉണ്ണിക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ മണം കാരണം അവന് ഓക്കാനിക്കാൻ വന്നു. അവസാനം തളർന്നു കിടന്ന ഉണ്ണിയെ കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളുരുകി അല്ലേ? പാവൻ ചെക്കൻ ഉറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പ. പക്ഷേ ഉറക്കം എവിടെയോ പതുങ്ങി നിൽക്കുകയാണ്. കത്തുന്ന വയറുമായി നിരാശയും വിഷാദവും തടം കെട്ടിയ മനസ്സുമായി ഉണ്ണി തളർന്നു കിടന്നു. പാവൻ ചെക്കൻ ഉറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പ. ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അമ്മ അത് പറഞ്ഞത്? മനസ്സിലായോ? കാരണം ചോറ് കരുതി വെച്ചിരുന്ന അരി വെച്ച് വിരുന്നുകാരനായ അണ്ടത്തോട്ടുകാരൻ വരുമ്പോൾ അദ്ദേഹത്തിന് വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണിക്ക് കൊടുക്കാൻ ഒന്നുമില്ലാതെ ഉണ്ണി തളർന്നു കിടന്നുറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ സംഭാഷണമാണ് ഇത്. കാര്യം മനസ്സിലായില്ലേ? നമ്മൾ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അല്ലേ? കഥ മനസ്സിലായെങ്കിൽ ഇതിൻ്റെ ഉത്തരവ് എഴുതാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അടുത്തത് സ്വന്തം കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ഇവിടെ നമുക്ക് അമ്മയുടെ നിരാശയും വിഷാദവും തടം കെട്ടിയ മനസ്സുമായി ഉണ്ണി തളർന്നു കിടന്നു. എന്തായിരുന്നു ഉണ്ണിയുടെ നിരാശയും വിഷാദവും? കാരണം ഉണ്ണിയെക്കുറിച്ച് അമ്മ ഓർത്തില്ലല്ലോ. കാരണം എല്ലാ ആഹാരവും ആ വിരുന്നുകാരന് കൊടുത്തു. ഉണ്ണിയുടെ മനസ്സിൽ ഭയങ്കരമായ വിഷാദവും നിരാശയും, ഒന്ന് വിശപ്പ് അതിൻ്റെ കൂടെ വിഷാദവും നിരാശയും ഉണ്ണിയുടെ മനസ്സിലുണ്ടാകാനത് കാരണമായി. സ്വന്തം കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മയും ചെറിയമ്മയും അച്ചുമാമനും താനുമൊക്കെ ചേർന്ന ജീവിതധാരയാണ് MD പ്രതിപാദിക്കുന്നത്. മീനാക്ഷിയെടത്തി കുടുംബത്തിൽപ്പെട്ട ആശ്രിതയാണ്. അവിടെ അടുക്കളക്കാരെ ആവശ്യമുണ്ടായിട്ടല്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവിടെ അടുക്കളക്കാരെ ആവശ്യമുണ്ടായിട്ടല്ല, മീനാക്ഷിയെടത്തി അവിടുത്തെ ഒരു ആശ്രിതയാണ്. അമ്മയുടെ അനുകമ്പ കൊണ്ടും മീനാക്ഷിയുടെ ഇല്ലായ്മ കൊണ്ടും അവിടെ കഴിയുന്നു. എപ്പോഴും എന്തെങ്കിലും അശ്രീകരം കാണിക്കുന്ന ചെറിയമ്മയും 2 കുട്ടികളുമുണ്ട്. അപ്പോൾ ആരൊക്കെയുണ്ട് ആ വീട്ടിൽ? അമ്മയുണ്ട്, ഉണ്ണിയുണ്ട്, മീനാക്ഷിയെടത്തിയുണ്ട്, എപ്പോഴും അശ്രീകരം കാണിക്കുന്ന ഒരു ചെറിയമ്മയും മകനുമുണ്ട്. പിന്നെ ആരുണ്ട്? മൂപ്പ് നടത്താൻ മുത്തശ്ശിയും കൃഷി കാര്യങ്ങൾ നോക്കാൻ അച്ചുമാമയുമുണ്ട്.
കുടുംബത്തിലെ മൂപ്പ് നടത്താമെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മുത്തശ്ശിയും പിന്നെ പറമ്പിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് അച്ചുമാമനും ഉണ്ട്. ഇവർക്ക് നടുവിൽ ഏകാന്തത അനുഭവിക്കുന്ന ഉണ്ണി കഥാകാരൻ തന്നെ. അപ്പോൾ എന്താണ് ഇവർക്ക് നടുവിൽ ഉണ്ണി ഏകാന്തത അനുഭവിക്കുന്നത്? ഉണ്ണി ഏകാന്തത അനുഭവിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? കാരണം അവിടെ ഉണ്ണിക്കവിടെ അമ്മ പോലും ഉണ്ണിക്ക് ഒരു കാര്യത്തിനും കൂടെയില്ല. കാരണം അവൻ്റെ വിശപ്പ് അകറ്റാൻ പോലും അമ്മയ്ക്ക് പറ്റുന്നില്ല. അതുകൂടാതെ ഉണ്ണിയുടെ അച്ഛൻ അവിടെ ഇല്ല, വിദേശത്താണ് അച്ഛൻ. അപ്പോൾ ഉണ്ണി സ്വാഭാവികമായിട്ടും ഉണ്ണി ഏകാന്തത അനുഭവിക്കുന്നു. വീട്ടിലെ ഇല്ലായ്മകൾ, അച്ഛൻ്റെ പരിലാളനം ലഭിക്കാത്തതിലുള്ള വിഷാദം, മറ്റു കുട്ടികളെപ്പോലെ ആർഭാടമായി കഴിയാൻ സാധിക്കാത്തതിനുള്ള നൈരാശ്യം, ഇതെല്ലാം ഉണ്ണിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? അച്ഛൻ വീട്ടിലില്ലാത്ത സങ്കടം, അതുപോലെ മറ്റു കുട്ടികളെപ്പോലെ ആർഭാടമായിട്ട് ജീവിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം, ഇതെല്ലാം ഉണ്ണിയെ ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വീട്ടുകാർ ധനസ്ഥിതിയിൽ മെച്ചപ്പെട്ടു നിന്നു. അവർക്കൊപ്പം നിൽക്കാൻ കഴിയാതെ മാനം രക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന അമ്മ കടുത്ത കുടുംബഭാരം വഹിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്താണ്? അച്ഛൻ്റെ ആൾക്കാർ ധനസ്ഥിതിയിൽ മെച്ചപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ അഭിമാനം രക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന അമ്മ കുടുംബഭാരം മുഴുവനായിട്ട് അമ്മ വഹിക്കുന്നു. എല്ലാറ്റിനെയും തീറ്റിപ്പോറ്റാനുള്ള ബാധ്യത അവർക്കാണ്. അമ്മയ്ക്കാണ് എല്ലാവരെയും തീറ്റിപ്പോറ്റാനുള്ള ബാധ്യത. ഇല്ലായ്മ പുറത്ത് മിണ്ടാനും പാടില്ല. അഭിമാനിയായതുകൊണ്ട് തന്നെ ഇല്ലായ്മ പുറത്ത് മിണ്ടാനും പാടില്ല. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും മൂർത്തിയാണ് അമ്മ. ഇതൊരു ക്വസ്റ്റ്യനാണ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും മൂർത്തിയാണ് അമ്മ എന്നത് MDയുടെ കർക്കിടകം എന്ന കഥയെ ആസ്പദമാക്കി സമർത്ഥിക്കുക. അപ്പോൾ എന്താണ് അമ്മ? സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും. അമ്മയ്ക്ക് ഉണ്ണിയോടുള്ള സ്നേഹമാണ്. അതിനുവേണ്ടി അമ്മ അയൽപ്പക്കത്ത് പോയി അരി മേടിച്ച് ഉണ്ണിക്ക് കഞ്ഞി വെക്കുകയാണ്. അത് അമ്മയുടെ സ്നേഹമാണ്. അതുപോലെ ഉണ്ണാത്തത്തിൽ അമ്മയുടെ നെഞ്ച് ഉരുകുകയാണ്. പക്ഷേ അത് അമ്മ പുറത്ത് കാണിക്കുന്നില്ല. അതുപോലെ ത്യാഗത്തിൻ്റെ, അമ്മ വിശന്നിരുന്നാലും മറ്റുള്ളവർക്ക് ഊട്ടാനുള്ള അമ്മയുടെ ത്യാഗം. അതുപോലെ ആഭിജാത്യം, ബന്ധുക്കാർ വരുമ്പോൾ അവരെ സൽക്കരിച്ച് വരേണ്ടത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള ആഭിജാത്യം അമ്മയ്ക്ക്. അങ്ങനെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും മൂർത്തിയാണ് അമ്മ എന്നുള്ളത് കർക്കിടകം കഥയെ ആസ്പദമാക്കി ചർച്ച ചെയ്യാം. അനുഭവങ്ങളുടെ ഊഷ്മളതയുള്ള കഥ വികാര തീവ്രത നിറഞ്ഞ സന്ദർഭങ്ങൾ ഒരുക്കി MD ആവിഷ്കരിക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായൊരു ചെറുകഥയാണ് MDയുടെ കർക്കിടകം എന്ന ചെറുകഥ. നമുക്കിതിനകത്ത് കുറച്ച് ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയി. ഇനി വലിയ ലോങ് ആൻസർ എഴുതാനാണെങ്കിൽ ഇല്ലായ്മകളുടെ നടുവിൽ വെന്ത് നീറുന്ന അമ്മയുടെ കഥയാണ് കർക്കിടകം. നമുക്ക് കഥ മുഴുവൻ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഈ വായിച്ചതുപോലെ തന്നെ എഴുതാം. ഗൃഹാതുരതകൾ പറയുന്ന MDയുടെ കഥകളിൽ ആത്മാഖ്യാനത്തിൻ്റെ വികാര തീവ്രത കലർന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? MDയുടെ ബാല്യകാലം ഈ പറഞ്ഞതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ബാല്യകാലം തന്നെയായിരുന്നു MDയുടേത്. അപ്പോൾ MDയുടെ കഥ തന്നെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കൊച്ചുണ്ണി, ഇതിലല്ല കൊച്ചു ബാലനായ ഉണ്ണി MD തന്നെയായിരുന്നു എന്ന് നമുക്ക് സമർത്ഥിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അന്ന് സിലോണിലാണ്, ഇന്നത്തെ ശ്രീലങ്ക. അപ്പോൾ അച്ഛൻ വീട്ടിലില്ലാത്ത സങ്കടവും മറ്റു കുട്ടികളെപ്പോലെ ആർഭാടമായി കഴിയാൻ പറ്റാത്തവരുള്ള സങ്കടവും ഇന്ന് ഉണ്ണി അനുഭവിക്കുന്ന അതേ സങ്കടങ്ങൾ തന്നെ കൊച്ച് MDയും അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് MDയുടെ തന്നെ ആത്മാഖ്യാനപരമാണ് ഈ കഥ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മറ്റൊരു ചോദ്യമാണ്, കർക്കിടകത്തിലെ മഴ അമ്മയെപ്പോലെയാണ്, ഓർക്കാതിരിക്കുമ്പോഴാണ്. നല്ല നേരമാണെന്ന് വിചാരിച്ച് അടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക. അപ്പോൾ കർക്കിടകത്തിലെ മഴ എന്താ? ഓർക്കാതിരിക്കുമ്പം പെട്ടെന്ന് പെയ്യുന്നതാണ്. അതാണ് കർക്കിടകത്തിലെ മഴ. അതുപോലെയാണ് അമ്മ എന്ന് ഇവിടെ കഥാകാരൻ പറയുന്നുണ്ട്. അങ്ങനെ കഥാകാരൻ പറയാൻ എന്താണ് കാരണം? ഇവിടെ സ്കൂളിൽ പോയ ഉണ്ണി, അവൻ വൈകുന്നേരം വരുമ്പോൾ കഞ്ഞിയും കറിയും സ്വപ്നം കണ്ടുവരുന്ന ഉണ്ണി, വീട്ടിൽ വരുമ്പം ആഹാരം കഴിക്കാമല്ലോ എന്നോർത്ത് വരുന്ന ഉണ്ണി. അപ്പം അടുക്കളക്കാരി പറയുന്നു കഞ്ഞിയില്ല, അത് പൂച്ച തട്ടിമറിച്ചെന്ന്. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കരമായ സങ്കടം വന്നു. സങ്കടത്തോടു കൂടി ദേഷ്യവും വന്നവന്. ഇവിടെ അമ്മ അയൽപ്പക്കത്ത് പോയിരിക്കുക എന്നാണല്ലോ അടുക്കളക്കാരി പറയുന്നത്. പക്ഷേ അമ്മ തിരിച്ചു വരുമ്പം ഉണ്ണി പ്രതീക്ഷിക്കുന്നത് വിശക്കുന്നുണ്ടോ, ചോറുണ്ടോ, കഞ്ഞി കുടിച്ചോ എന്ന് അമ്മ ചോദിക്കുമെന്നാണ് ഉണ്ണി വിചാരിക്കുന്നത്. പക്ഷേ അമ്മ എന്താ ചോദിക്കുന്നത്? നീ കുളിച്ചോ എന്നാണ്. ഉണ്ണിക്ക് വിശക്കുന്നുണ്ടെന്നുള്ളത് അമ്മയ്ക്കറിയാം. എന്നാലും അമ്മ അത് പുറത്ത് കാണിക്കാതെ, അത് മകനെ ഓർമ്മിപ്പിക്കാതെ അവൻ കുളിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഉണ്ണി ചിന്തിക്കുന്നത് അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചില്ല എന്നാണ്. അതാണ് അമ്മയുടെ സ്വഭാവം. കർക്കിടകത്തിലെ മഴ പോലെ പ്രതീക്ഷിച്ചതല്ല നടന്നത്. ഉണ്ണി പ്രതീക്ഷിച്ചത് അമ്മ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കുമെന്നാണ് ഉണ്ണി വിചാരിച്ചത്. പക്ഷേ ചോദിച്ചത് എന്താ? നീ കുളിച്ചോ എന്ന്. അതൊരു കാര്യം. അടുത്തത്, അണ്ടത്തോട്ട് നിന്ന് ശങ്കുണ്ണി വരുന്നെന്ന് കേട്ട് അപ്പം അമ്മ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അണ്ടത്തോട്ട് നിന്ന് ശങ്കുണ്ണി നായർ വരുമെന്ന് പറയുന്നത്. പെട്ടെന്ന് അമ്മയുടെ സ്വഭാവം മാറി. അമ്മ പെട്ടെന്ന് മീനാക്ഷി അടുത്തോട് പറയുന്നത്, കല്യാണിയെ ഓട് അടുക്കളയിലേക്ക്,
ഉള്ളത് വാർക്കാൻ പറയുന്നത്. ഭർത്താവിൻ്റെ ബന്ധു വരുന്നെന്ന് കേട്ട് അമ്മയുടെ ഉള്ളു പിടഞ്ഞു. അവർക്ക് കൊടുക്കാതിരുന്നാൽ നാണക്കേടാണ്. അപ്പോൾ എന്താണ് അമ്മയുടെ പെട്ടെന്ന് സ്വഭാവം മാറി അവിടെ. ഉണ്ണിയുടെയും മറ്റും വിശപ്പ് അവർ മറന്നു. ശങ്കുണ്ണി ഊണ് കഴിക്കാൻ അകത്തേക്ക് പോകുമ്പോൾ ഉണ്ണി എവിടെ എന്ന് ചോദിക്കുന്നു. അവൻ പിന്നെ ഉണ്ടോളും, സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ടതാണല്ലോ. അപ്പോൾ അമ്മ അവിടെ മാനത്തിനാണ് വില കൊടുക്കുന്നത്, അഭിമാനത്തിനാണ് വില കൊടുക്കുന്നത്. കാരണം ശങ്കുണ്ണി നായർക്ക് ചോറ് കൊടുത്തതിന് ശങ്കുണ്ണി നായർ ചോദിക്കുന്നുണ്ട് ഇന്ത്യ ഉണ്ണി എവിടെയെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ് അവൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ടതാണല്ലോ. മാനത്തിന് ഉണ്ണിക്ക് വിശപ്പില്ലെന്ന് വരുത്താനും അമ്മ മടിച്ചില്ല. അപ്പോൾ അമ്മയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഉണ്ണിക്ക് വിശപ്പില്ലെന്ന് വരുത്താനും അമ്മ മടിച്ചില്ല. അമ്മയുടെ സ്വഭാവം പെട്ടെന്നാണ് മാറിയത്. ഇതാണ് അമ്മയുടെ സ്വഭാവവും കർക്കിടകത്തിലെ മഴയും ഒരേപോലെയാണെന്ന് എഴുത്തുകാരൻ പറയാൻ കാരണം. കത്തുന്ന വയറുമായിരിക്കുന്ന മകൻ ഊണ് കഴിച്ചിട്ട് അധിക നേരം ആയില്ലെന്ന് പറഞ്ഞ അമ്മയുടെ ഉള്ളിലെ തീ ആര് കണ്ടു? പക്ഷേ കത്തുന്ന വിശപ്പുമായിരിക്കുന്ന മകനെ നോക്കി അമ്മ പറയുകയാണ് അവനുണ്ട് കഴിഞ്ഞു എന്ന് പറയുമ്പം അവിടെ പക്ഷേ അമ്മയുടെ മനസ്സ് ഉരുകുന്നുണ്ട്. പക്ഷെ അതാരും കാണുന്നില്ല. എന്നാലും അമ്മ പറഞ്ഞു അവനുണ്ടു എന്ന്. അതാണ് ഇവിടെ കഥാകാരൻ പറയുന്നത്. അമ്മയുടെ സ്വഭാവവും കർക്കിടകത്തിലെ മഴയും ഒരേപോലെയാണ്. അത് പ്രതീക്ഷിക്കുന്നതല്ല, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. അപ്പോൾ കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏത് ചോദ്യത്തിനുള്ള ഉത്തരവും കഥ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നല്ലൊരു കഥയാണ് എം.ഡിയുടെ കർക്കിടകം എന്ന കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാരണം അടുത്ത ചാപ്റ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം.